إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഇവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധം സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസങ്ങളെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്നുണ്ട്. 36-ാമത്തെ ആയത്തിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ 12 മാസങ്ങളെ നിശ്ചയിക്കുകയും അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്, പരിപാവനമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഏതാണ് 4 മാസങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ തന്നെ റജബ്. ഈ 4 മാസങ്ങളാണ് പവിത്രമായി നമ്മെ പഠിപ്പിക്കപ്പെട്ട മാസങ്ങൾ. ഇതെന്തിനാണ് ആമുഖത്തിൽ സൂചിപ്പിച്ചത്? നമുക്കറിയാം, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, മക്കയെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ്, സാഹചര്യത്തിലാണ് ലോകമുള്ളത്. ദുൽഖഅദ് മാസത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ വരാനിരിക്കുന്നത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്ന ദുൽഹിജ്ജ മാസത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നമ്മോട് എന്താണ് പറഞ്ഞത്, എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൻ്റെ
അടുത്ത ഭാഗം പറയുന്നത് ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് മറ്റു മാസങ്ങളിൽ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് പറഞ്ഞ ഈ 4 മാസങ്ങളിലെ തിന്മ അതിന് ശിക്ഷ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളെന്ന് ആ കാലഘട്ടത്തിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളോട് തന്നെ അക്രമങ്ങൾ കുറയ്ക്കേണ്ട, തിന്മകൾ കുറയ്ക്കേണ്ട മാസമാണ് ഈ 4 മാസങ്ങൾ എന്നത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, അത് 10 ദിവസങ്ങളാണ്. ഏതാണ് ആ 10 ദിവസങ്ങൾ? വിശുദ്ധ ഖുർആൻ ആ 10 ദിവസത്തിലേക്ക് നമുക്ക് സൂചന നൽകി. വലയാലിൻ അശ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 10 രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് ആ 10 രാത്രികൾ? ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ, അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളാണ്, 10 ദിവസങ്ങളാണ് എന്നാണ്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവാൻ, സ്മരിക്കുവാൻ വേണ്ടിയാണ്. ഏതാണ് എണ്ണപ്പെട്ട ദിവസങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഇന്നഹാ അശ്റു ദിൽഹിജ്ജ, അത് ദിൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ്. അതാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ അത് 10 ദിവസങ്ങളാണ്. അത് നമുക്ക് വരാനിരിക്കുന്ന മാസത്തിലെ 1 മുതലുള്ള 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായും നമുക്കറിയാം, ഹജ്ജിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന അറഫയാകട്ടെ, മിനയാകട്ടെ, മുസ്ദലിഫയാകട്ടെ, ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം, ഹജ്ജുൽ അക്ബർ, അത് ദുൽഹിജ്ജ 10-നാണ്. അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നത് ദുൽഹിജ്ജ 9-നാണ്. മിനയിലേക്ക് ആളുകൾ തെൽബിയത്തിൻ്റെ മന്ത്രം ചൊല്ലി പോകുന്നത് ദുൽഹിജ്ജ 8-നാണ്. മുസ്ദലിഫയിൽ ആളുകൾ രാപ്പാർക്കുന്നത് ദുൽഹിജ്ജ 9-നാണ്. ഇങ്ങനെ തുടങ്ങി ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും നടക്കുന്ന ദിവസങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് നന്മകളാകട്ടെ, ഏത് നന്മകൾക്കും വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ്. ആ 10 ദിവസത്തിലെ നമസ്കാരങ്ങൾക്ക്, ആ 10 ദിവസത്തിലെ ദിക്റുകൾക്ക്, ആ 10 ദിവസത്തിലെ നോമ്പുകൾക്ക്, ആ 10 ദിവസത്തിൽ നമ്മൾ ഏത് നന്മ ചെയ്താലും ഇന്ന നന്മ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗണ്യതമായി പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങൾ നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. പകലുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റമളാനിൻ്റെ അവസാനത്തെ 10-ന്റെ പകലുകളെ നമുക്ക് മഹത്തരമുള്ളതാക്കി തീർക്കാൻ സാധിക്കും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹിയുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദർ രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ശ്രേഷ്ഠതയുള്ളതാണ്. എന്നാൽ പകലുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസം എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ മാസത്തിൻ്റെ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നു. അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദ. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയേറെ ശ്രേഷ്ഠത വരാൻ കാരണം?
ഉമ്മഹാത്തുൽ ഇബാദ, എല്ലാ സൽക്രമങ്ങളും അതിൽ ഒരുമിച്ച് സമ്മേളിക്കുന്നുണ്ട് എന്നാണ്. എല്ലാ സൽക്രമങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട് ഈ 10 ദിവസങ്ങളിൽ. നോമ്പുണ്ട്, ഉംറ ചെയ്യുന്നവർ ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജിൻ്റെ ദിവസങ്ങളാണ്. അതേപോലെ തന്നെ അറഫ ദിവസം നോമ്പുണ്ട്, യൗമുൻ നെഹറിൻ്റെ ദിവസത്തിൽ അറവുണ്ട്. ഇങ്ങനെ തുടങ്ങി എല്ലാ സൽക്രമങ്ങളും ഒരുമിച്ച് ഈ 10 ദിവസങ്ങളിൽ സമ്മേളിക്കുന്നത് കൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് പ്രത്യേകത വന്നത് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മാമിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ, ഈ 10 ദിവസങ്ങളിൽ ആരെങ്കിലും ഒരു സൽക്രമം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വല അഅ്ലമ അജ്റൻ മിൻ ഖൈരിൻ യഅലമുഹു ഫിൽ അശ്രിൽ അദ്ഹാ, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മവും വേറെയില്ല എന്നാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു കർമ്മം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 10 ദിവസത്തെ ധന്യമാക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ മാനസികമായി തയ്യാറെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുക ഈ ദുൽഹിജ്ജ മാസത്തിലേക്ക് വരുമ്പോൾ അത് ഹാജിമാർക്കുള്ളൊരു മാസമായി, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നവർക്കുള്ളൊരു മാസമായി, നമുക്കൊരു അറഫ ദിവസത്തിലും നോമ്പും അതുപോലെ തന്നെ നമുക്കൊരു പെരുന്നാളും മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നോമ്പെടുത്ത് കാണിച്ചു തന്നത്. എങ്ങനെ? ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 9-ാമത്തെ ദിവസം വരെ നമുക്ക് നോമ്പെടുക്കാം, അടുപ്പിച്ച് നോമ്പെടുക്കാം. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയുടെ 9 ദിവസങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മാനസികമായി ആ നോമ്പിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ്. ഇതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം യൗമുൻ നഹർ, അത് അറവിൻ്റെ ദിവസമാണ് എന്നാണ്. എന്താ അറവിൻ്റെ ദിവസം? ഉളുഹിയ്യത്തിൻ്റെ ദിവസമാണ്. നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇപ്പോഴും പ്രിയപ്പെട്ടവരെ, ബലി എന്ന കർമ്മം ഒരു കർമ്മമായി നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത് വലിയ മുതലാളിമാർക്ക് അല്ലെങ്കിൽ വലിയ പണമുള്ളവർക്ക് മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമായി ഉളുഹിയ്യത്ത് ചുരുങ്ങിപ്പോകാൻ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എത്ര മാസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. രാവിലെ വിശന്നൊട്ടിയ വയറുമായി പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, ആയിഷ എന്താണ് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ആയിഷ ബീവി പറയും, റസൂലെ ഒന്നുമില്ല, എങ്കിൽ എനിക്കിന്ന് നോമ്പാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി രാത്രി ഭക്ഷണമില്ലാതെ ഉറക്കം കിട്ടാതെ തെരുവിലൂടെ നടക്കേണ്ടി വന്ന റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, സൂര്യനും ചന്ദ്രനും ഞങ്ങളുടെ വീടിന്റെ മുകളിലൂടെ കടന്നുപോയി 3 മാസക്കാലം അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ അവസാനത്തെ ഹജ്ജിൽ എത്ര എണ്ണം അറുത്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? 100 ഒട്ടകങ്ങളെ റസൂലുള്ളാഹി കൊടുക്കുന്നത്. 100 ഒട്ടകങ്ങളെ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുമ്പോൾ പോലും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിച്ചിട്ടില്ല. അതിൽ 63 എണ്ണത്തെ സ്വന്തമായി അറുത്തിട്ടുണ്ട്. ബാക്കി അലി റളിയല്ലാഹുവിന്റെ കയ്യിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തി കൊടുത്തത്. അറവ് നടത്തണമെന്ന് മാത്രമല്ല, അത് നടത്തി മാതൃക കാണിച്ച നേതാവാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉളുഹിയ്യത്തിന് വേണ്ടി മാനസികമായി തയ്യാറെടുക്കണം. ഒരു 500 രൂപ ഡെയിലി എല്ലാ ദിവസവും കൂലി കിട്ടുന്നവനും ഉളുഹിയ്യത്തിൽ ചേരാം. എന്തുണ്ടായാൽ മതി? അവന് മാനസികമായി ഒരുക്കണ്ടായാൽ മതി, മുന്നേ തയ്യാറെടുത്താൽ മതി. നമ്മളത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നാണ്. കുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരവും എൻ്റെ ബലിയും എൻ്റെ ജീവിതവും മരണവും എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ 10-ാമത്തെ ദിവസത്തിലോ അല്ലെങ്കിൽ അയ്യാമുത്ത ശരീക്കിൻ്റെ അതിനെ തുടർന്ന് വരുന്ന 3 ദിവസങ്ങളിലോ നമ്മൾ ബലി എന്ന കർമ്മത്തിന് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങണം. അതിൻ്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചെന്നറിയോ? മൻ കാന ലഹു സഅ, ആർക്കെങ്കിലും കഴിവുണ്ട്, വലം യുളഹി, അവൻ അറുത്തിട്ടില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ എൻ്റെ മുസല്ലയിലേക്ക് കടന്നു വരേണ്ടതില്ല. ഏതാണ് മുസല്ല? ഈദ്ഗാഹിൻ്റെ മുസല്ലയിലേക്കാണ്. ആബാലവൃദ്ധം ജനങ്ങളോടും റസൂലുള്ളാഹി വരാൻ പറഞ്ഞു.
കുട്ടികളോടും വൃദ്ധരോടും വരാൻ വേണ്ടി പറഞ്ഞു. വസ്ത്രമില്ലാത്ത സ്ത്രീകളോട് അടുത്ത വീട്ടിൽ നിന്ന് വസ്ത്രം കടം വാങ്ങിയിട്ട് ഈദ്ഗാഹിന്റെ മുസല്ലയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗത്തോട് പറഞ്ഞു, എന്നെ മുസല്ലയിലേക്ക് നിങ്ങൾ വരണ്ട. ആരാണവർ? കഴിവുണ്ടായിട്ടും അറുക്കാത്തവരാണ്. എന്താ ഈ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു 9,000 രൂപ, ഒരു 9,000 രൂപ, ഒരു 10,000 രൂപ കൊല്ലത്തിലെടുക്കാൻ കഴിവില്ലാത്തത് ആരാളുള്ളത്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ തുക എത്ര? നമ്മൾ ഒടിക്കുന്ന നമ്മുടെ വാഹനത്തിന്റെ തുക എത്ര? സഹോദരങ്ങൾ, അതൊന്ന് കേട് വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ നേരാക്കും. കാരണം എന്തേ? അത് ആവശ്യമാണ്. വർഷാപ്പിൽ കൊണ്ടുപോയി എടുത്ത് അത് 12,000-10,000 രൂപയും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും മടിക്കാറില്ല. കാരണം ആവശ്യമാണ്. ഫോണ് തകർന്നാൽ നാളെ വാങ്ങാനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ചോദിച്ചത്, കടം വാങ്ങി ഉളുഹിയത്ത് അറുക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു, കടം വീട്ടാൻ കഴിവുണ്ടെങ്കിൽ കടം വാങ്ങിയും. ഇപ്പൊ പൈസ ഇല്ല എങ്കിലും കടം വാങ്ങിയിട്ട് ഉളുഹിയത്ത് അറുക്കാമെന്നാണ്. കാരണം അതിൻ്റെ പിന്നിൽ സുന്നത്ത് അബീക്കും ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രം അതിൻ്റെ പുറകിലുണ്ട് അല്ലേ? പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടി. ആ കുട്ടിയെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനാമിലൂടെ, സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു, ഇബ്രാഹിം, ആ കുട്ടിയെ നീ ബലിയെറുക്കണം. ഒരു പച്ചയായ പിതാവിൻ്റെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കേ. ആ മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ഹബുക ഫൻദുറു മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പൊന്നുമോനെ, നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. നിന്റെ അഭിപ്രായം എന്താണ്? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ. പിതാവേ, എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതങ്ങ് പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ശമാലിക്കയുടെ കൂട്ടത്തിൽ ഉപ്പക്ക് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാമെന്നാണ്. എന്നിട്ട് പോയി. അപ്പോൾ ഇസ്മായിൽ എന്ന് പറയുന്ന ആ മകൻ പിതാവിനോട് പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ, ഉപ്പ, കണ്ടീഷനുണ്ട്. ഉമ്മാൻ്റെ അടുത്തുനിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോകണം, കത്തിക്ക് മൂർച്ച കൂട്ടണം, എൻ്റെ തല കമിഴ്ത്തി വെക്കണം, എൻ്റെ വസ്ത്രം അഴിക്കണം. ഉപ്പ എന്നെ അറുത്തിട്ട് എന്നെ കഫൻ ചെയ്യണമല്ലോ. ആ കഫൻ ചെയ്യാൻ വേറെ വസ്ത്രമില്ല. അതുകൊണ്ട് ഈ വസ്ത്രം അഴിച്ചിട്ട് വേണം എന്നെ അറുക്കാൻ എന്നാണ്. എന്ന് മാത്രമല്ല, കമിഴ്ത്തി കിടത്താൻ എന്തിനാണ്? നിലത്തേക്ക് കമിഴ്ത്തി കിടത്താൻ പറഞ്ഞതിൻ്റെ കാരണം മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. മുഖം കാണുമ്പോൾ ഒരു പിതാവിന് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കാൻ തോന്നിയേക്കാം, കത്തിവെക്കാൻ മനസ്സ് വരൂല. പ്രിയപ്പെട്ടവരെ, മിനയിലേക്ക് കൊണ്ടുപോകാൻ മകൻ്റെ കൈ പിടിച്ചിട്ട്. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കത്തിവെക്കാൻ നിൽക്കുന്ന നേരത്ത്, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, താങ്കൾ ഇതാ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. താങ്കൾക്ക് അറക്കാനുള്ള മൃഗത്തെ, ആടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഇതാ ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗം നമുക്കുണ്ടോ? ഒരു 10,000 കൊടുക്കാൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം, എനിക്കൊരു അറിവുണ്ടാകണം, എൻ്റെ പേരിലുണ്ടാകണം. അതെന്തിനാ? ഞാൻ അറുക്കുന്നു എന്ന് ആളുകളെ കാണിക്കാനല്ല. ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. അതിൻ്റെ മാംസം അല്ലാഹ്ക്ക് വേണ്ട, അതിൻ്റെ രക്തം അല്ലാഹ്ക്ക് വേണ്ട. ചില മതങ്ങളിലുണ്ട് രക്തം, അത് അവരുടെ പ്രതിഷ്ഠകൾക്ക് മുന്നിൽ കാണിച്ചു വെക്കുന്ന ആളുകൾ, പ്രതിഷ്ഠയുടെ മുകളിൽ രക്തമൊഴിക്കുന്ന ആളുകൾ. സഹോദരങ്ങൾ, ഇതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അള്ളാഹു നോക്കിക്കും, നിങ്ങളുടെ ഭയഭക്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അള്ളാഹു പറഞ്ഞൊരു ഇബാദത്തിനെ ഇബാദത്തായി നടത്താൻ എന്ത് ചെലവ് വന്നാലും പ്രിയപ്പെട്ടവരെ അത് നടത്തുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അറഫയിൽ, മിനയിൽ, മുസ്ദലിഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിങ്ങനെ ആഗ്രഹിക്കും, പടച്ചോനെ, അടുത്തൊരു വർഷത്തിൽ മരണത്തിൻ്റെ മുമ്പ് ഒരു ഹജ്ജ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം നൽകണേ എന്ന്. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപികളാണ്, ദോഷികളാണ്, തിന്മ ചെയ്ത മനുഷ്യന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എൻ്റെ വിളിക്കുത്തരം നൽകി നിങ്ങൾ ആ മണ്ണിൽ വന്നിട്ട് എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സകലതും ഞാൻ പുറത്തു നൽകാം. നിങ്ങൾ ഒരു ഉമ്മ പ്രസവിച്ച ചെറിയ കുഞ്ഞിൻ്റെ പോലെ നിഷ്കളങ്കമായ മനസ്സുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യമായ ഹജ്ജ് കർമ്മത്തിന് ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹാജിമാരിലേക്ക് അടുത്തു വരുമെന്നാണ്. അടുത്ത് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഹാജിമാരിലേക്കും നോക്കിക്കൊണ്ട് പറയാണ്, മാ അറാദ ഹഉലാ, മലക്കുകളെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആനന്ദം പ്രകടിപ്പിക്കുകയാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മലക്കുകൾ പറയും, അല്ലാഹുവേ, പൊടുപുരണ്ട വസ്ത്രവുമായി ജടപിടിച്ച മുടികളുമായി ഇതാ ഈ മനുഷ്യരെ വന്ന് കണ്ണു നട്ട് പ്രാർത്ഥിക്കുന്നത് നിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയാണ്, നിന്റെ റഹ്മത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതാ അറഫാ ദിവസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ഹാജിമാർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അറഫാ ദിവസത്തെ പോലെ പിശാചി നിന്യനായി അത്രയേറെ പരിഹാസ്യനായ മറ്റൊരു ദിവസം വേറെ ഉണ്ടാകില്ല എന്നാണ്. പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും മനുഷ്യർക്ക് പുറത്തു കൊടുക്കുന്നത് അവന് സഹിക്കാൻ കഴിയില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സാഗ്രഹിക്കണം, മനസ്സ് കൊതിക്കണം ജീവിതത്തിൽ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നത്. അതേപോലെ തന്നെ അവിടെ പങ്കെടുക്കാൻ കഴിയാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് പ്രിയപ്പെട്ടവരെ അറഫാ ദിവസത്തിലെ നോമ്പ് എന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ ആ നോമ്പ് കാരണത്താൽ പുറത്തു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ 10 ദിവസങ്ങളിൽ നോമ്പുകൾ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. അതേപോലെ തന്നെ മറ്റു നമസ്കാരങ്ങളിലൊക്കെ കൃത്യമായ ശ്രദ്ധ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധം സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് ദുൽഹിജ്ജ മാസവും അതിൻ്റെ 10 ദിവസങ്ങളിലെ ശ്രേഷ്ഠതയുമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 9 ദിവസത്തിലും നോമ്പെടുത്തിരുന്നു എന്നാണ്. അവ തുടർച്ചയായി 1 മുതൽ 9 വരെ നമുക്ക് നോമ്പെടുക്കാം. രണ്ടാമത്തത് ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീൽ വ തക്ബീർ വ തഹ്മീദ്. ഈ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിച്ചത് തഹ്ലീലുകളാണ്, തക്ബീറുകളാണ്, തഹ്മീദുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് തുടങ്ങിയ കാര്യങ്ങളെ, ദിക്റുകളെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇബാദത്തുകളിലും നമ്മൾ കൃത്യമായ ശ്രദ്ധ, സൂക്ഷ്മത പാലിക്കണം. അതേപോലെ തന്നെ സ്വന്തത്തോടുള്ള അക്രമങ്ങൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങൾ, നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് നൽകിയത്? നമുക്കറിയാം, ലോകത്ത് എല്ലാം ഒരേപോലെയല്ല, എല്ലാ ദിവസവും ഒരേപോലെയല്ല. വെള്ളിയാഴ്ച പോലെയല്ല വ്യാഴാഴ്ച, വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. അതേപോലെ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കുമൊക്കെ പ്രത്യേകത തന്നത് അതിൽ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിനെ പ്രകീർത്തിച്ചും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചും ജീവിക്കുമ്പോൾ അതിൻ്റെ നേട്ടവും നാളെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ശ്രേഷ്ഠ ദിവസങ്ങളും ശ്രേഷ്ഠ രാവുകളും ഒരു മനുഷ്യന് കടന്നു വന്നാൽ അവൻ അതിൽ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്നാണ് അവൻ അധ്വാനിക്കുക? എന്നാൽ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത്, ഒരു കച്ചവടക്കാരൻ അവൻ്റെ സീസണുകളിൽ അവൻ അശ്രദ്ധയിലായാൽ, ഗഫലത്തിലായി കഴിഞ്ഞാൽ, അവൻ ശ്രദ്ധിക്കാതെ കച്ചവടം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാണ് അവന് ലാഭം കിട്ടുക എന്നാണ്. അതേപോലെ വിശ്വാസി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സീസൺ പ്രത്യേകമായി പറഞ്ഞ്, റമളാൻ പോലെ, മുഹറം മാസം പോലെ, ദുൽഹിജ്ജ 10 ആ ദിവസങ്ങളെപ്പോലെ ആ സീസണുകളിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ലാഭം കൊയ്തിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് ലാഭം കൊയ്യാൻ സമയമുണ്ടാവുക എന്നത്
വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പൂർവികരിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്, അഥവാ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നു. അവരെങ്ങനെയായിരുന്നു ആ ദിവസങ്ങളിൽ ചെലവഴിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളാഹിയെ കുറിച്ച് പറയാൻ, ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ വന്നാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, അദ്ദേഹം നല്ല കഠിനമായി പരിശ്രമിക്കും. നമസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും എല്ലാ നന്മകൾ ചെയ്യാനും അദ്ദേഹം കഠിനമായി പരിശ്രമിക്കും. ഏതുവരെ? ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് ഇനി കഴിയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നും, അതുവരെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? അധ്വാനിക്കാറുണ്ടായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു 10 ദിവസങ്ങൾ നമ്മൾ ശരിക്കു ശ്രദ്ധിക്കണം, ശരിക്കു സൂക്ഷിക്കണം. അതേപോലെ തന്നെയാണ് ബലിപെരുന്നാൾ ആ ദിവസത്തിലുള്ളതാണ്. അന്ന് നോമ്പ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടില്ല. അതിനെ തുടർന്ന് നമുക്ക് വരുന്ന 3 ദിവസങ്ങൾ അഥവാ അയ്യാമത്തെ ശരീക്കിൻ്റെ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, അന്നും നമുക്ക് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ്. അതെന്തിനാണ്? അത് പെരുന്നാളിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട സന്തോഷത്തിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ വരാനിരിക്കുന്ന ഈ ദിവസങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ പള്ളി അതുപോലെ തന്നെ നമ്മുടെ മദ്രസ, നമുക്കറിയാം സ്കൂളും മറ്റുള്ള അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം തുറക്കാൻ നിൽക്കുന്നൊരു സാഹചര്യമാണ്. നമ്മുടെ മദ്രസയിലെ അഡ്മിഷൻ ഇൻഷാ അല്ലാഹ് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി നമ്മുടെ മക്കളെ ദീനിയായ ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് കാണുന്ന പുറത്ത് കാണുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പോൾ MDMA പിടിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു വാർത്തയല്ല, ഒരു വാർത്തയല്ല. അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ തമ്മിൽ അക്രമങ്ങൾ ചെയ്യുക, തലക്കടിച്ചു പൊട്ടിക്കുക, മാതാപിതാക്കളെ കൊല്ലുക എന്നതൊരു വാർത്തയല്ലാതെയായി നമ്മളെ കേരളത്തിൻ്റെ സാഹചര്യം മാറി. എന്തേ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കൃത്യമായി അറിയാം ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ദീനിയായ ബോധമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദീനിയായ ബോധം എവിടുന്ന് കിട്ടും? ആര് കൊടുക്കും? അത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അത് കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടുന്നതാണ്. ആ മനുഷ്യൻ ചോദിക്കും, മന്ന ഹാദ, അല്ലാഹു എന്താണ്? ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താ എൻ്റെ കർമ്മങ്ങൾ ഇങ്ങനെ ദറജകൾ ഇങ്ങനെ ഉയർത്തപ്പെടുന്നു, എൻ്റെ പദവി ഇങ്ങനെ കയറ്റി കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യനോട് പറയപ്പെടും, ബി ഇസ്തിഗ്ഫാരി വലദിക, നിൻ്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കേ, നമ്മൾ ഓരോ കുട്ടികളുടെയും എക്സാമും അതുപോലെ ബന്ധപ്പെട്ട റിസൾട്ടുകളും വരുമ്പോൾ അവനെ എവിടെ ചേർക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്ത് പഠിപ്പിക്കണമെന്ന് ആലോചിക്കാറുണ്ട്, ഏത് ജോലിയിലാണ് ഏറ്റവും കൂടുതൽ അവന് നിലനിൽക്കാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മളെല്ലാം പ്രിയപ്പെട്ടവരെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു കബറ്, അതിനപ്പുറം നമുക്ക് വരാനിരിക്കുന്ന ജീവിതം, ആ ജീവിതത്തിൽ നമുക്ക് ഉപകാരം കിട്ടുന്നതാണ് നമ്മുടെ സന്താനങ്ങളുടെ പ്രാർത്ഥന എന്ന്. എന്നാൽ നമ്മളിന്ന് മരിച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ തലഭാഗത്ത് വന്നു നിന്ന്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ നടുഭാഗത്ത് വന്നു നിന്ന് നമ്മുടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പറയാൻ കഴിയുമോ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന വരെ അറിയോ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ 15-കാരനും 13-കാരനും 10 വയസ്സുള്ളവരും ചിലപ്പോൾ തല താഴ്ത്തും. എന്തേ? പഠിച്ചിട്ടില്ല, അറിയില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ മാതാപിതാക്കൾ മരിച്ചപ്പോൾ കുട്ടികൾ ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് നമസ്കാരം കഴിയും വരെ. അനുഭവമാണ്, നേർക്കാഴ്ചകളാണ്. അതിൻ്റെ കാരണം എന്താ? അവനെ എങ്ങാനും നമസ്കാരത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ അവന് നമസ്കരിക്കാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, പഠിക്കാൻ സമയമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ വളർത്തിയത്? എന്തിനാണ് നമ്മൾ പാടുപെട്ടത്, കഷ്ടപ്പെട്ടത്, പണിയെടുത്തത്, ഭക്ഷണം കൊടുത്തത്, അധ്വാനിച്ചത് എന്തിനാണ്? എല്ലാം നമ്മുടെ വീടാണ്, എല്ലാം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ സന്തോഷമെല്ലാം അവരിലാണ്. പക്ഷെ ആത്യന്തികമായ ജീവിതത്തിൽ അവരെ കൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മദ്രസകളെ കൃത്യമായി, പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മുടെ പങ്ക് നമ്മൾ കൃത്യമായി ഓരോരുത്തരും വഹിക്കേണ്ടതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ട്യൂഷൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ അവൻ ഹൈസ്കൂളിലെത്തി എന്ന കാര്യം പറഞ്ഞ് മദ്രസ വിദ്യാഭ്യാസവും ദീനീ പഠനവും നിർത്തുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കൂടുതൽ കൊടുക്കേണ്ട സമയത്താണ് നമ്മളൊക്കെ നിർത്തിയിട്ട് നമ്മളെ മക്കളെ ഭൗതികമായതിൻ്റെ പിന്നാലെ പറഞ്ഞയക്കുക. അതിൻ്റെ ദുരന്തം ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മദ്രസയെ ചേർത്ത് പിടിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്.
നമ്മുടെ മക്കളെ കൃത്യമായി അവിടെ നമ്മൾ ചേർക്കുകയും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷവുമൊക്കെ ആ നിലക്ക് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും രണ്ട് ലോകത്തും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്നും വഴിമാറ്റുമാറാകട്ടെ. ഗസയുടെ മണ്ണിൽ, ഫിലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പിഞ്ചു വൈദങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അള്ളാഹു പകരം കൊടുക്കുമാറാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വാഹനങ്ങൾ കടത്തിവിട്ടിട്ടില്ല എങ്കിൽ 14,000-ത്തിലധികം ചെറിയ കുഞ്ഞുമക്കൾ മരിച്ചു വീഴുമെന്നാണ് അവിടുത്തെ കണക്കുകൾ നമുക്ക് മുന്നിൽ വരുന്നത്. നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യർ, മാതാപിതാക്കൾ കരയുകയാണ്, പ്രയാസത്തിലാണ്. പ്രാർത്ഥനയല്ലാതെ അവർക്ക് വേണ്ടി നമുക്കൊന്നും കൊടുക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സംരക്ഷണം നൽകുമാറാകട്ടെ. സുരക്ഷ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിർഭയത്വം കൊടുക്കുമാറാകട്ടെ. ആ മക്കൾക്ക് വെള്ളവും ഭക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന വൽ മുസ്തളഅഫീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന വൽ മുസ്തളഅഫീന ഫീ ഫിലസ്തീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.